ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒറ്റയ്ക്ക് ഇൻട്രോ പറയുമ്പോൾ എന്തൊക്കെയോ പോലെ കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ വീഡിയോയിൽ. ഇന്ന് നമ്മളെ മൂന്നാൾക്കും പരീക്ഷയാണ്. മോനോനും പൊന്നോനും കുട്ടിമോനക്കും ഒക്കെ ഇന്ന് പരീക്ഷയാണ്. അപ്പോൾ അവരൊക്കെ പരീക്ഷയ്ക്ക് പോയി, അല്ലെങ്കിൽ മോനോ പൊന്നോ ആരെയും ഒരാളിവിടെ ഉണ്ടാവും. ഇന്ന് ആരുമില്ല. ബാവാക്ക് പണിയില്ല. പണി ഉണ്ടാകുന്ന അറിയില്ല. ഞാൻ വയസ്സമ്പടിക്ക് പോയി ഒറ്റയാളാണ് പോയിട്ടുണ്ട്. ചിലപ്പോൾ ഇപ്പോൾ വരുവിക്കാരം പണിയില്ലല്ലോ, നോമ്പായതുകൊണ്ട് വല്ലാതെ പണികളൊന്നുമില്ല. അൽഹംദുലില്ലാ, കുഴപ്പമില്ല. പിന്നെ എന്താ പറയുക, അപ്പം ഇന്ന് മൂന്നാൾക്കും പരീക്ഷ ഉണ്ട്. എന്താ പറയുക, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇന്ന് കുറച്ച് അടിക്കാണ്ട് നല്ല അടിപൊളി ഒരു ചുരിദാർ ഇട്ടിട്ടുണ്ട്. വേറെ അടിക്കാണ്ട് എന്താ വെച്ചാൽ മടിച്ചിരിക്കണതാണ്. എങ്ങനെയാണ് മെഷീനോട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടിക്കൂട്ടാ. പക്ഷേ നമുക്കങ്ങനെ പോകാൻ ഭയങ്കര മടിയാണ്. അപ്പം ഇന്നിപ്പോൾ പെരുന്നാൾക്കുള്ളതല്ലേ. അപ്പോൾ ഇപ്പം കഴിച്ചില്ലെങ്കിൽ ബാബാക്ക് പെരുന്നാൾ തലേന്ന് ഞാൻ മെഷീനും അങ്ങനെ അടിച്ചിരിക്കുമ്പോൾ ഇഷ്ടമല്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പണികളൊക്കെ ഉള്ളതല്ലേ. അപ്പം എന്നോട് തന്നെ ആദ്യം തന്നെ അടിക്കാളൊക്കെ അടിച്ച് കഴിച്ചാളട്ടാ. അന്നിപ്പോൾ ഇരുത്തേണ്ടാവല്ലേ, കടി ഉണ്ടാക്കാനുണ്ട്. ഇത് വെട്ടിച്ചിട്ട് വേണം എനിക്ക് അടുക്കളയ്ക്ക് പോകാൻ. എന്താ വെച്ചാൽ ഇതിൻ്റെ വെട്ടക്ഷണങ്ങൾ ഇതൊക്കെ ആകുമ്പോൾ പിന്നെ ഇവിടെ അതും കൂടി കഴിഞ്ഞിട്ടാണ് അടിച്ചു ഇതാക്കാച്ചിട്ട്. അപ്പോൾ ഞാൻ ആ ചുരിദാർ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. അത് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് ആ ചുരിദാർ. ഇപ്പോൾ ചുരിദാറിൻ്റെ ലൈനിങ് വെട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല അടിപൊളി കളറാണ്. ഫോണിൽ കാണുന്നതിനെക്കാട്ടി നേരിട്ട് നല്ല അടിപൊളി കളറാട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. ഇപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ചുരിദാർ വെട്ടാനൊരു ഇഷ്ടമല്ലേ. അപ്പോൾ ഇത് നല്ല മെലിഞ്ഞാക്കുന്നുണ്ട് കേട്ടോ, അധികം പണിയൊന്നുമില്ല. അപ്പോൾ ഇതിന് പാൻറ്റ് തീമ തന്നെ ഉണ്ട്. ഇതാണ് അതിൻ്റെ പാൻറ്റ് കേട്ടോ, ഒറ്റ കളറാണ്. ഷാള് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ലൈനിങ് വെട്ടിച്ചിട്ടുണ്ട്. ഇനി ലൈനിങ് വെട്ടിയിട്ട് ഇത് വെച്ചിട്ട് ഇത് വെട്ടണം. അപ്പോൾ ഞാൻ അത് വെട്ടട്ടെ കേട്ടോ. അപ്പോൾ ഇതാ ചുരിദാറിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ആദ്യം ഞാൻ വെട്ടണം കേട്ടോ. പിന്നെ ആദ്യം ലൈനിങ് കട്ട് ചെയ്തിട്ട് ഞാൻ ആദ്യം ലൈനിങ് കട്ട് ചെയ്തിട്ടാണ് പിന്നെ അതിൻ്റെ നല്ല നല്ല ഭാഗം വെട്ടണത്. എല്ലാവരും ഒക്കെ തന്നെയാണ്, എന്നാലും ഞാൻ എൻ്റെ പറയാം. നമുക്ക് നമ്മളതല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ കറക്റ്റാക്കി വെച്ച് നമ്മൾ ഇപ്പോൾ ട്രെൻഡായുള്ളൊരു പീസാണ് ഇട്ടത്. ഇപ്പോൾ ഈ മോഡലല്ല ട്രെൻഡ്. ഡ്രസ്സും കടയിൽ ചെന്നാൽ ഫുള്ള് ഈ ഒരു മോഡലേ ഉള്ളൂ. നമ്മളിതിൻ്റെ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്ത് നമ്മളിൻ്റെ ബാക്ക് പാർട്ട് കട്ട് ചെയ്തില്ല. അപ്പോൾ അതും ഇതേപോലെ തന്നെ വെച്ചെടുത്തിട്ട് ഓപ്പൻ സ്ഥലമുണ്ട് നിൽക്കാൻ കുറച്ച് പണിയാണ്. പറഞ്ഞാളെത്തിയിട്ടുണ്ട്. നിങ്ങൾ ആരുമില്ലായിട്ട് ഞാൻ ഒറ്റക്ക് എനിക്ക് നിങ്ങളും കൂടി നമ്മൾ ആ വീഡിയോയിൽ സംസാരിക്കുമ്പോൾ ഒരു രസമുള്ളൂ. ആ വലിയ തൊള്ളിയിൽ തോന്നെ വരുള്ളൂ. മറ്റേ ഇതിന്റെ തൊള്ളിയിൽ പെട്ടെന്ന് വരൂല വർത്താനം. അടിക്കണില്ല, വെട്ടിക്കട്ടെ. വെട്ടിച്ചാൽ എനിക്ക് രാത്രി ഇരുന്ന് അടിച്ചാലോ നോമ്പറന്നതിന് ശേഷം കുറച്ചു നേരം ഒഴിവുണ്ടാവില്ലേ. എഡിറ്റയിലൊക്കെ കഴിഞ്ഞിട്ട് ഇന്നിപ്പോ നമുക്ക് പ്രധാനപ്പെട്ട ദിവസമാണല്ലേ. എന്താണ് 27-ാം രാവാണ്. അപ്പൊ ഞാൻ അരി വെള്ളത്തിലിട്ടുണ്ട്. ശർക്കര കൊടുത്തിട്ടില്ല. ശർക്കര വെളിച്ചെണ്ണ ഒക്കെ കൊണ്ടുവരേണ്ടി വരും. വെളിച്ചെണ്ണ കൊടുത്തേ മതിയോ? അപ്പൊ അത് കൊണ്ടുവരാണ്ട് ലേശം കൂടി വെളിച്ചെണ്ണ ശർക്കര ഒക്കെ കൊണ്ടുവരണം. അപ്പൊ ഞാനിതൊക്കെ വെട്ടിച്ചിട്ട് നിങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി പറഞ്ഞിട്ടില്ലേ? ഒരു വിധ സ്ഥലത്ത് തന്നെ കയറാം. പിന്നെ ന്യൂ ജനറേഷൻ മക്കളാണ്. ന്യൂ ജനറേഷൻ മക്കൾക്ക് ഇങ്ങനത്തെ നമ്മളെ 90കളിലുള്ള കലത്തപ്പം നെയ്യപ്പം ഒന്നും വല്ലാതാണ്ട് പറ്റൂല. പറ്റായില്ല. പായസം വരെ വല്ല കുട്ടികൾ കുടിക്കണില്ല. ഇല്ല, നമ്മളെ മക്കൾക്ക് തന്നെ പായസം അല്ല. അപ്പൊ നമ്മളെ പായസം കണ്ട അവിടെ കിടന്ന് മരിക്കും ചെയ്യും. അവിടെ ജീവനാണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പോ
നോട്ടുണ്ടായിരുന്നാ ഓട്ടമില്ല കിട്ടുവച്ചിട്ടൊന്ന് പോയി കറങ്ങി തിരിഞ്ഞ് വന്ന് പക്ഷെ ഒന്നും വന്നില്ല അപ്പൊ തിരിച്ച് വീട്ടിൽ വന്ന് ഇൻഷാല്ലാ ഇനി നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞാലേ കൂടുതൽ ഉണ്ടാവുള്ളൂ. നല്ല പോലെ ഒന്നേ അതെ. അപ്പൊ ഏതായാലും ചെലവഴിക്കണമെന്നുണ്ടെങ്കിൽ പണി ഉണ്ടെങ്കിലേ ചെലവഴിക്കാൻ വരുന്നുള്ളൂല്ലേ. ചെലവഴിക്കാനില്ലേ? ചെലവഴിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെലവ് പെരക്ക് ചെലവിന് കൊണ്ടുപോകും. പണി കഴിഞ്ഞാണ്ട് ചെലവിന് കൊണ്ടുപോകുമ്പോ അവര് വേറെ പണി ചെയ്യാതെ പോകുമ്പോ അവര് വേറെ സ്വസ്ഥത ഉണ്ടാവില്ല. എന്റെ കയ്യിൽ കയ്യൂലോ ട്രൈ ചെയ്യാം. ആ പറഞ്ഞ അടുത്ത എളുപ്പം പരീക്ഷ കഴിഞ്ഞ് എത്തിയാ നേരെ വെക്കേ ഈ ഔത്തിരിക്കണേ എനിക്ക് നേരം പോയിട്ടില്ല അതുകൊണ്ടാണ് കൊടുത്തിക്കണേ. അല്ല നൂറാങ്കി എപ്പോഴും കൊടുത്തിക്കണേ. 2 മണി ആയിക്കണേ. അപ്പൊ കോണിപ്പണിയൊക്കെ കണ്ടില്ലേ? ഡ്രസ്സിന്റെ കവറ് അടിക്കാനുള്ള കവറൊക്കെ കമന്റിലൊക്കെ വന്നീന്ന് ടേബിളൊക്കെ വെച്ചാൽ ടൈൽസ് ഒട്ടിക്കൊണ്ട് നല്ല വൃത്തിണ്ടാവുള്ളൊക്കെ കുറച്ച് ചുമരൊക്കെ ചെറിയൊരു എങ്ങനെ ഇത്രയും ദിവസം ഞാൻ ഇന്ന് മാത്രം നോമ്പ് കുറിച്ചേ എനിക്ക് എത്ര വിശപ്പ്. അപ്പോളേ കമന്റിലൊക്കെ ഉണ്ടായിരുന്നു ചുമരൊക്കെ മുഷിഞ്ഞിട്ടാണ് അടുക്കളയിലെ ടൈലൊക്കെ ഒട്ടിക്കൊണ്ടിരുന്നാലേ വൃത്തി ഉണ്ടാവുള്ളൂ എന്നൊക്കെ. അതൊക്കെ ഞങ്ങളെ ആഗ്രഹങ്ങളിൽ ഒന്നാണത്. അതെ. അപ്പൊ സാധിക്കാത്തോണ്ട് ഇങ്ങനെ ഞങ്ങളെ കൊണ്ട് ഇപ്പൊ സാധിക്കും. ഇൻഷാല്ലാ ചെയ്യണം എന്നിങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും ആയിട്ടില്ല. മിക്കവാറും ചെയ്യും ഇൻഷാല്ലാ. പൈസക്കാർക്ക് എന്തോ ആവാലോ പറഞ്ഞേക്ക് നമ്മളൊക്കെ ചിന്തിക്കണ്ട എപ്പോഴും ഇതൊക്കെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ. എന്റെ മനസ്സിക്ക് എപ്പോഴും ഉള്ളൊരു ഇതാണ് വീഡിയോ എടുക്കുമ്പോള് എന്താണ് നമ്മളെ അടുക്കളൊക്കെ കാണാൻ ഇഷ്ടണ്ടാവുന്ന ആൾക്കാർക്ക്. പക്ഷെ ഇഷ്ടമില്ലാത്ത ആൾക്കാരോ അങ്ങനെ പറയുന്ന കേട്ടാ. ഞാൻ ഒന്നും നിങ്ങളെ പറഞ്ഞു ഞങ്ങളെ അവസ്ഥ പറഞ്ഞാല് അത്രക്കും അൽഹംദുലില്ലാ കുഴപ്പമില്ല. ചെലവൊക്കെ കഴിഞ്ഞിങ്ങനെ പോകും. ചെലവ് കഴിഞ്ഞുകൊണ്ട് അല്ലാതെ ഞങ്ങളെ കാര്യങ്ങളൊക്കെ ഇനി ഇൻഷാ അല്ലാ പഠിച്ചോൻ കനിഞ്ഞ് വരും തരും. എന്നാലും ഞങ്ങളെല്ലാം ഹാപ്പിയാണ്, നല്ല തൃപ്തിയാണ്. കാരണം കടങ്ങളൊക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട് അസുഖങ്ങളൊന്നും വലിയ ഞങ്ങൾ ഈ പേരന്റെ ഉള്ളിൽ ഞങ്ങള് ഹാപ്പിയാണ്. എത്ര എന്താണ് ചുമര് കേടന്നാലും നിലം കേടന്നാലും ഞങ്ങൾ ഈ പേരന്റെ ഉള്ളിൽ ഹാപ്പി. നമുക്ക് എന്തൊക്കെ ചുമരും ടൈലും നല്ല നിലക്കുണ്ടായിട്ടും മനസ്സമാധാനം മനസ്സിന് പേരോണ്ടൊക്കെ എന്തിനാണ്. അതുപോലെ തന്നെ അസുഖങ്ങളൊക്കെ ആണെങ്കിൽ എന്താ അവസ്ഥകൾ ആലോചിച്ച് നോക്കി. അതൊന്നും ഇല്ല. വെട്ടിത്തിളങ്ങണ പേരണ്ടായിട്ട് കാര്യമില്ലല്ലോ. നമ്മളെ മനസ്സമാധാനം നിങ്ങളെല്ലാരും കാക്കട്ടെ. അങ്ങനെ ഓരോ ദിവസവും നല്ല സന്തോഷത്തോടെ നീക്കണുണ്ട് അല്ലേ. ഒരു ദിവസം വൈകുന്നേരം ആവണവും നല്ല ഹാപ്പി ആയിട്ടാണ്. 100 വട്ടം അൽഹംദുലില്ലാ. പിന്നെ കുറച്ച് കടങ്ങളുണ്ട് അതും അല്ലാഹു കുറ്റം പറയല്ലോ. അല്ല കമന്റ് ഇടണല്ലോ അതിനുള്ള മറുപടി അല്ലേ ഞാൻ പറഞ്ഞത്. അതിനാണ് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം തോന്നുന്നത് അതൊക്കെ കമന്റ് ഇടണം എന്ന് പറഞ്ഞത്. എന്റെ കൈ കടേണ്ടത് ഒന്ന് പിടിച്ചോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. കുളിച്ചാൻ പോകും. അപ്പൊ എന്താ വെട്ടി വെച്ചിട്ട് പോവാ വെച്ചിട്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ കാര്യങ്ങൾ. ഞങ്ങളെ എന്താ പറയാ ഞങ്ങളെ അവസ്ഥ എങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇനിയിപ്പോ ഇതെന്താ ഇവ സ്കൂൾക്ക് ഒന്ന് പോയി വേറെ കൊടുക്കാനുള്ള പോയിക്കണേ. ഇത് കൊടുന്ന പൈസ യൂണിഫോമിന്റെ പൈസ ഇട്ടിട്ടുണ്ടാവും. കള്ളാ എന്താണ് ഇപ്പൊ കല്ലികപ്പറമ്പെന്ന് കഴിഞ്ഞ വർഷം വാങ്ങിയ യൂണിഫോമിന്റെ പൈസ ഇട്ടിക്കണം. അത് വലിയ അൽഹംദുലില്ലാ ഈ ടൈമിൽ തന്നെ കിട്ടിയത്. അപ്പൊ ഞാനത് ഈ കീസിലിട്ട് കൊടുത്താട്ടാ. ഇതാണ് ഏറ്റവും അർഹതപ്പെട്ട കീസ്. ഇതാണ് എന്റെ അടുത്ത് വെച്ചിട്ട് കാര്യമില്ല. അതെന്താ വെച്ചാല് അന്ന് പറഞ്ഞത് ഇപ്പൊ തൽക്കാലം നമ്മള് നമ്മള് എടുക്കണം. തൽക്കാലം ഞങ്ങൾ എടുക്കണം. ആ പൈസ നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് കയറും പറഞ്ഞിരുന്നു. അതിന്റെ അതൊക്കെ പൊരിപ്പിച്ച് കൊണ്ടുപോയിരുന്നു. ഇപ്പൊ ഇന്നലെ നമ്മളതോ ചില അക്കൗണ്ട് പക്ഷെ എന്താണ് ഇത് നിങ്ങളുടെ എന്റെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇപ്പൊ അൽമറിയിൽ ചെയ്ത് കിട്ടിയില്ല. അപ്പൊ ആ പൈസ കിട്ടിയോണ്ട് സമാധാനം ഉണ്ട് പണിക്കാത്ത ടൈമിലേ. അപ്പൊ പിന്നെ ഇന്ന് നെയ്യപ്പാണ് കലത്തപ്പാണ് എന്തേ ഒന്ന് ഉണ്ടാക്കണം. ഞാൻ അരി വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇനി പിന്നെ എന്താണ് ഇത് വെട്ടിച്ച് ഇനിയിപ്പോഴേക്കാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. നമ്മളെ മോന് സ്കൂളിൽ തന്നെ പൊന്നോ ഒരു 3-3:30 ആവും. മോനും വരാൻ വൈകുന്നേരം ആവും. അപ്പൊ പള്ളിക്കൊക്കെ പോവാണ്ട് കബറുകൾക്ക് പോവാണ്ട് എന്റെ താത്താന്റെ കബറുകൾക്ക് പോവാണ്ട് കാക്കാന്റെ കബറുകൾക്ക് പോവാണ്ട്. ഈ താത്തയും കാക്കും തന്നെ എന്റെ വെല്ലുമ്മി വെല്ലിപ്പേട്ട എന്റെ ഉമ്മാന്റെ ഇപ്പയാണ് ഉമ്മാന്റെ ഇപ്പ ഇമ്മയാണ്. പിന്നെ ഇവരുടെ ഉപ്പാന്റെ കബറുകൾക്ക് പോകണ്ട. ഇവരപ്പ എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞില്ല 3 വയസ്സിൽ മരിച്ചു പോയതാണ്. പക്ഷെ അന്ന് മുതൽ നിങ്ങളെ 3 വയസ്സില് ഇപ്പൊ 3 വയസ്സിൽ പോയാൽ നിങ്ങൾ ഉണ്ടാവും.
ഞാൻ ഇങ്ങനെ നിങ്ങളെ 3 വയസ്സിൽ മരിച്ചു പോയതാണ്. എന്താണ് ഞാൻ കാര്യം പറയുമ്പോൾ കോമഡി അറിയില്ലേ? കോമഡി പറഞ്ഞില്ല, ഞാൻ ഇജ്ജ് പറഞ്ഞെന്ത് അറിയോ, ഇവരെ ഇപ്പാന്ന് പറഞ്ഞ 3 വയസ്സിൽ മരിച്ചു പോയതാണ്. ഇന്ന 3 നിങ്ങളെ 3 വയസ്സില് അന്ന് മുതൽ ഇന്ന് വരെ മുടങ്ങാതെ കബറിങ്ങൊക്കെ പോകണം കേട്ടാ. ഓരോ വെള്ളിയാഴ്ചയും വേറെ എവിടെയും പെട്ടിക്കണമെങ്കിൽ തിരിച്ചു വന്നിട്ട് ആ കബറിങ്ങ വന്നിട്ട് ആള് വരുള്ളൂ. മൂത്തത് 3 പെങ്ങന്മാരാണ്, പിന്നെ ഞാന്, പിന്നെ അനിയൻ. പിന്നെ ഒരാള് പൊന്നാണി പെങ്ങൾ ഉണ്ടാ ചോദിച്ചിരുന്നത്. പൊന്നാണി അല്ല, കാലടിയിലാണ്. കാലടിയില് പെങ്ങളുണ്ട്. പിന്നെ ഒരു പെങ്ങള് തലക്കടത്തൂരാണ്, ഒരു പെങ്ങൾ ഇവിടെ കല്ലുവെട്ട് പറയുന്നത്. അപ്പൊ ആ അളിയൻ മരിച്ചിരിക്കണ്, കുറച്ചായി മരിച്ചിട്ട്. അപ്പൊ ആ കബറെങ്കിലും പോകണം എന്ന് ഉദ്ദേശിക്കുന്നത്. അളിങ്കാന കബറങ്ങളിൽ പോണത് പറഞ്ഞിട്ട് ഇതായതാണ്. അളിങ്കാന കബറെങ്കിലും പോകണം. അങ്ങനെ ഈ 4 ആളെ കബറ് സ്ഥിരം ഞങ്ങൾ ഇങ്ങനത്തെ ആണ്ടടുത്തുള്ള ദിവസങ്ങളിലും അല്ലാത്ത വേറെ ദിവസങ്ങളിലും അല്ലാതെ നമ്മൾ ഈ പോക്ക് ഈ പള്ളിഞ്ചെടി കൂടി നമ്മളെ സാഹചര്യങ്ങൾ ഇങ്ങനത്തെ ദിവസങ്ങൾ പ്രത്യേകപ്പെട്ട ദിവസങ്ങളിലൊക്കെ അവരെടുത്തേക്ക് അവരെ കബറങ്ങ പോയി മക്കളെ. ഇപ്പൊ മരിക്കുമ്പോ അനിയൻ 1.5 വയസ്സ്, എനിക്ക് 3 വയസ്സാണ്. ഞങ്ങളെ ഇവരെ ജീവിതകഥ ഒരുപാട് പറയാനിട്ടാ. നല്ല കഷ്ടപ്പാട് ആ കഥ നിങ്ങൾക്ക് കേൾക്കണം എന്നുണ്ടെങ്കിൽ ആ കഥ ഇമ്മാനെ വെച്ച് ഇവര് പറഞ്ഞുതരും. ആ കഥ കേട്ട നിങ്ങൾക്ക് കരഞ്ഞു പോകും. ആ ഒരു കഥ കേൾക്കണം എന്നുണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കോണ്ടി. മുമ്പ് കുറച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ എന്തേ അമ്മ മുങ്ങി പിന്നെ കുറെ ആളുകള് നമുക്ക് നമ്മളെ വേണ്ടപ്പെട്ട ചില ആളുകളൊക്കെ അത് ഉമ്മാനെ പറ്റി അങ്ങനെ പറയണ്ട, ഒന്നല്ല ഉമ്മാനെ മീഡിയയിൽ കാണിക്കണ്ട അങ്ങനെയൊക്കെ പറഞ്ഞ്. പക്ഷെ അമ്മക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മളെ സത്യാവസ്ഥ, നമ്മളെ ജീവിതം. അപ്പൊ ഇങ്ങനെ ചിന്തിച്ചാ മതി. അതായത് ഈ അനിയന് 1.5 വയസ്സ്, എനിക്ക് 3 വയസ്സ്, മൂത്ത പെങ്ങന്മാര് 3 പേര്. ഒരു പെങ്ങളെ മാത്രം ഇപ്പൊ മരിക്കണ കെട്ടിച്ചിരുന്നു. അതിന് ശേഷം ഈ ഉമ്മയും മക്കളും അത് അന്യനാട്ടില്, നമ്മുടെ നാട് ശരിക്കും പാലക്കാട് ഡിസ്ട്രിക്ട് പട്ടാമ്പി അഞ്ചുമൂല എന്ന് പറയും. പള്ളിപ്പുറം അഞ്ചുമൂല നമ്മുടെ ശരിക്കുള്ള നാട്. ഇപ്പൊ ഇമ്മ ഇവിടെ വന്നിട്ട് ഞങ്ങളെല്ലാം ഇവിടെ ജനിച്ചു വളർന്നതാണ്. അപ്പൊ അതെ, അപ്പൊ ഈ ഉപ്പ മരിച്ചു കഴിഞ്ഞാൽ ഈ ഉമ്മയും ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ കൂടി ഒറ്റപ്പെട്ടാലുള്ള ഒരു അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അപ്പൊ അതിന്റെ വലിയൊരു കഥ തന്നെയാണ്. വലിയൊരു സ്റ്റോറിയാണ്. അത് പറഞ്ഞാലും തീരൂല, അങ്ങനത്തെ കഥയാണ്. ഈ നാട്ടുകാർ ഞങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഭാഗത്ത് സാറാത്ത എന്ന് പറഞ്ഞാൽ അത്രയും കഷ്ടപ്പെട്ട വ്യക്തിയാണ്. ഒരുപാട് വീടുകളിൽ അടുക്കളപ്പണി എടുത്തിട്ടും ഒക്കെയാണ് എല്ലാവർക്കും അറിയാം. ഉമ്മാന്റെ പേര് പറഞ്ഞാല് ഇപ്പൊ ഇവരെ കണ്ടാല് ഇത് സാറാത്താന്റെ പേരെ കുട്ടിയാ. ഇപ്പൊ ഇമ്മാനെ തന്നെ ഈ ഭാഗം, ഈ പ്രദേശം മൊത്തം ഇമ്മ അത്രയും കഷ്ടപ്പെട്ടതുകൊണ്ട് എന്നുവെച്ചാ നമ്മളെ നാട്ടിൽ നിന്ന് ഒറ്റപ്പെട്ട് ജീവിച്ചതല്ലേ. അപ്പൊ ഇവരെ കഥ കേൾക്കുന്നുണ്ടോലെ കമന്റിലൂടെ അറിയിക്കോണ്ടി. ആ വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ അറിയിക്കോണ്ടിട്ടാ. നാട്ടിലുള്ള ആളുകൾക്ക് അറിയാം. ബാക്കി നാട്ടിലുള്ള ബാക്കിലൂടെ പോയവര് 90-ൽ നമ്മളെ അതിന്റെ കാരണം എന്ന് വെച്ചാല് ബാക്കി നമ്മളെ റിലേഷൻ എല്ലാരും ഉമ്മാനും ഉപ്പാന്റെ ബാക്കിക്കാരെല്ലാം ഉണ്ടല്ലേ. ഞങ്ങൾ പള്ളിപ്പുറം, അഞ്ചുമൂല, പാലത്തറ അല്ലേ. എന്താണ് അപ്പൊ ഇപ്പൊ മരിക്കുമ്പോ ഉമ്മാക്ക് തന്നെ ഒരു 35 വയസ്സൊക്കെ കാണുള്ളൂ. പിന്നെ അവിടെ നിങ്ങളുടെ ഒരു ജീവിതമാണ്, അത് നിങ്ങളോട് പറയാം ഇൻഷാ അല്ലാഹ്. പിന്നെ അവിടെ വെച്ചൊക്കെ അവനെ ബാക്കിക്കാർക്ക് എപ്പോഴും വന്ന പോലെ. ഇവിടെ അവിടെ നിന്ന് നിൽക്കുന്ന ഇവിടെ വന്നിട്ട് നോക്കണെങ്കിലും തന്നെ ഭയങ്കര ഇതല്ലേ. എന്നാലും ഇപ്പൊ കണ്ടിരുന്നില്ലേ, ഇപ്പൊ പിന്നെ മരിച്ചിന്റെ കൂടെ അങ്ങനെയൊക്കെ കൂടിയാണ് ഇവരെ ജീവിത കഥ. ഒരുപാട് കഷ്ടപ്പെട്ട് ഞാനൊന്നും ദാരിദ്ര്യം അറിഞ്ഞിട്ടില്ല. ഇതൊക്കെ ദാരിദ്ര്യം എന്താന്ന് അറിഞ്ഞു വന്ന ഒരാളാണ്. അതുകൊണ്ടല്ലേ ഒരു രൂപ പോലും അനാവശ്യമായിട്ട് ചെലവാക്കൂല. അതില് എന്താ പണി? അപ്പൊ എനിക്ക് കടിക്ക് ഇടാൻ തേങ്ങല്ല. അപ്പൊ തേങ്ങ കുത്തിച്ചാടിച്ചാണ് പുകലിട്ടാ. പിടിക്കണില്ല ഒരു 14 കിട്ടുവാ. അപ്പൊ യാക്കൂബിന് പൊറാട്ടൊക്കെ വിളിച്ചായിരുന്നു. പുകലിട്ടാ കുടിച്ചോളി. എങ്ങനെയുണ്ട് നോക്കണം. എഞ്ഞിട്ടത് എങ്ങനെ ഉണ്ട് നോക്കണം. അത് വെഞ്ഞിക്കണം. അല്ല എഞ്ഞിമേ ബുട്ടാ ഇവിടെ നിൽക്കണത് എന്ത് തേങ്ങ. അപ്പൊ ആ കൊല മുഴുവൻ ഇട്ട് ഇതണ്ടില്ലേ, എന്താണ്
ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞാൽ ഇനി ഈ പരിപാടി നടക്കൂല. തീയന് കേറാൻ പറ്റാതായിട്ട് അച്ചിലൊക്കെ ഇങ്ങനെ നിക്കണുണ്ട്. ഇനി ഒരു തീയനെ കൊടുത്തൊക്കെ ഒന്ന് ക്ലിയർ ആക്കണം. തെങ്ങ് ക്ലിയർ ആകെ ഒറ്റ മോനെ പറഞ്ഞേക്ക് ഒറ്റ തെങ്ങുള്ളൂ. കണ്ടില്ലേ നിങ്ങളെ എന്താ പറയാ അതിർപ്പത്തില് വളർത്തിണ്ടാക്കിയൊരു സാധനം വളർത്തി ഓമനിച്ച് വലുതാക്കിയതാണ് അല്ലേ? എത്ര ഉണ്ട് അറിയോ? അതല്ലേ ഏതായാലും ഒന്നെങ്കിലും ഒന്നുണ്ടായതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഉപകാരത്തിൽപ്പെട്ട് അല്ലേ? തേങ്ങ പറ്റ കഴിഞ്ഞപ്പോ ഇത് എടുക്കാതെ വെച്ചതേന്ന്. അതെ കേസ് ഈ മാലപ്പാടക്കൊക്കെ രാത്രി പടക്കം പൊട്ടിക്കുക. തുടങ്ങിയത് പൊട്ടിക്കാന്. അപ്പൊ നിങ്ങക്ക് ചിക്കൻ മാത്രം ഉണ്ടാക്കിയാൽ മതി. പൊറാട്ടൊന്നും ഒന്നും നോക്കിയില്ല. ക്ഷീണിതന്മാരാണ് എല്ലാരും. ഓള് ഞാൻ ക്ഷീണിച്ചിട്ട് ചെന്ന് സത്യം പറയണേ ഉണ്ടായിക്കള കടി വെറുതെ പൊറാട്ട അന്ന് നേരം വെക്കൂല. അതുകൊണ്ട് ഇല്ലല്ല പൊറാട്ട അല്ല പൊറാട്ട ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ഓർഡർ ചെയ്ത് തന്നെ ബുദ്ധിമുട്ട് ക്യാൻസൽ ആക്കാൻ പറ്റൂല. ഏതായാലും 10, 12 കൈയടി അനക്ക് എത്ര 4 അനക്കൊരു 5 പൊറോട്ട മതിയാവൂലേ? 1.5 ഇടാലും ഏറെ എടുത്താൽ ആ കയ്യിലെ പേരിൽ ഞാൻ കുത്തും. ഞാൻ ബട്ടർ ചിക്കൻ ഉണ്ടാക്കുന്നത്. പൊന്നിന് എത്ര? ആ 1. ഓക്കെ 2. മോനിന് എത്ര? മോനോ കാറ്റിന്റെ അടിച്ച ഈ സീറ്റ് മുഴുവൻ പൊളിഞ്ഞിട്ട് ഇതാണ് മക്കളെ നമ്മളെ വിറക് വരെ കണ്ടില്ല നിങ്ങള്. കുറച്ച് ഓൾക്കൊടി ഉണ്ട്, കുറച്ച് ചകിരി ഉണ്ട്. വിറകിന്റെ ഒരു കഷ്ണം പോലും ഒന്നുമില്ല. വിറകൊക്കെ ഒപ്പിക്കൽസ് ആണ്. ഒക്കെ ശരിയാവട്ടാ ഇല്ലേ? വിറക് ഞങ്ങള് ഇറക്കിയതിന് മുമ്പൊക്കെ 3600 റുപ്യന്റെ എല്ലാം രണ്ടെല്ലാം കൂടെ ടിമ്മാണ്. പിന്നെ എല്ലാം അധികം ആവശ്യമില്ല. ചകിരി ഉണ്ടായാലും എത്ര? 3 ബട്ടർ ചിക്കൻ അതെ നന്നായിക്കോട്ടെ. അപ്പൊ അങ്ങനെ കൂട്ടുകയാണെങ്കിൽ 2 ശിക്ഷയാണ് നോമ്പ്. അപ്പൊ താഴത്തേക്ക് പോവാ. ഭാവന ഫോണ് ഞാൻ ഇട്ട് പൊട്ടിച്ച്. അപ്പൊ എന്താ ചീത്ത അറിയാൻ ഇത് പൊട്ടിയപ്പോ? ഇത് പൊട്ടിയപ്പോ ചീത്ത കാട്ടുന്നല്ലോ. അല്ലേ പറയാ. നല്ലൊരു ഫോണ് പൊട്ടിയത്. നിങ്ങളെ ചീത്ത അറിഞ്ഞിരുന്നു. അല്ല വെള്ളം വെച്ചിക്കണേ. അപ്പൊ ഞങ്ങള് താഴത്തേക്ക് പോവാണ്. അടുക്കളയ്ക്ക് പോട്ടാ അല്ലേ? എന്റെ നെയ്യപ്പതാ സൂപ്പറായി വരുന്നുണ്ട്. സംഭവം വെച്ചാല് നമ്മള് എപ്പോഴും ഉണ്ടാക്കുന്ന പാത്രമല്ലാത്തതുകൊണ്ട് ചെറിയൊരു അടിപിടുത്തുണ്ട്. നല്ല ബോളായിട്ട് വരുന്നുണ്ട്. അടിയിൽ ചെറിയ ഇങ്ങനെ ഒരു ഓട്ടോട്ടായി വരുന്നുണ്ട്. ഇപ്പൊ എന്നോ കാലം ഉണ്ടാക്കിയതല്ലോ നെയ്യപ്പം. അതാണ് നമ്മള് ബട്ടർ ചിക്കൻ ഇവിടെ തിളക്കുന്നുണ്ട്. അപ്പൊ നമ്മളൊന്ന് തരിക്കഞ്ഞി വെക്കുന്നുണ്ടോ. കൊച്ചുള്ളി ഇട്ടു. സ്റ്റീൽ പാത്രമായിട്ട് പോകുകയാണ്. ഇപ്പത്തിന്റെ ചൊറുക്കണ്ടി നിങ്ങള് കുഴപ്പമില്ലല്ലേ? കുഴപ്പമില്ല. മൂക്കട്ടടാ. അത് മൂത്ത് വന്നപ്പോ 2ാം പാല് ഒഴിച്ചു കൊടുക്കട്ടാ. 1ാമത്തെ പാലല്ലേ ആദ്യം വെച്ചാണ്? അല്ലല്ല ഇത് ഓടുന്നു തരാ. ആദ്യം വെച്ചാൽ പാലിന് 1ാമത്തെ പാല് എന്നല്ലേ പറയാ? ഇല്ല, ആദ്യം വെച്ചാൽ പാല് 2ാമത്തെ പാല് എന്ന് പറയാം. നമ്മള് 2ാം പാല് തളച്ച് ഒരു ലേശം വറുത്ത സേമിയാണ്ടത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് തിളക്കട്ടെട്ടാ. എന്നിട്ട് വേണം നമുക്ക് റവ ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് അതിൻ്റെ ശേഷം 1ാം പാല് ഒഴിച്ച് കൊടുക്കുക. ബട്ടർ ചിക്കൻ ഇതാ ഉണ്ടാക്കുന്നുണ്ട്. വാങ്ങി കൊടുക്കാൻ അധികം സമയമില്ല. പൊറോട്ട കൊടുന്നാ പൊറോട്ട സ്കൂട്ടിൻ്റെ ഉള്ളിലുണ്ട്. പൊറോട്ട ആർക്കും കൊടുക്കണില്ല. നമ്മളെ ഇത് പബ്ലിഷ് ചെയ്യണോണ്ടായിക്കാരം എന്തോ പറയുക നമുക്ക് തന്നെ. എന്നോട് ബുക്ക് ചെയ്യാതെ കിട്ടൂല മുസ്തഫ പറഞ്ഞു. ഞാൻ വെജ് ആയതുകൊണ്ട് തന്നാണ്. പൊറോട്ട പൊളിയാണ് വാങ്ങിക്കൊണ്ട്. പൊറോട്ട ബുക്ക് ചെയ്യാതെ കിട്ടൂല. അപ്പൊ നാരങ്ങ വെള്ളം കലക്കാൻ നിൽക്കണേ. ഈ പാത്രം എടുത്തത് മോറാണ്. നമ്മുടെ ഒരു നോമ്പുകളുടെ നോമ്പുകളുടെ മടിയിട്ട് വായ്പ വാങ്ങിയതാണ്. മോനൊന്ന് പരീക്ഷക്ക് പോയിട്ട് വായ്ക്ക ഓടുന്നു. പരീക്ഷക്ക് പോയിട്ട് കൊയങ്ങിട്ടേ വായ്ക്ക പുയിങ്ങാന് വീണേ. എങ്ങനെ
കറണ്ട് പോയിട്ടുണ്ട്. പോയാ അപ്പം നിങ്ങൾ നിങ്ങളെ പണിയെടുത്തോളൂ, ഞാൻ എൻ്റെ പണി എടുക്കട്ടാ. അപ്പം ഞാൻ അതിലേക്ക് 2 സ്പൂണ് റവ ഇട്ട് കേട്ടാ. ഓവർ ഇട്ടൊരു കട്ടിയാവും. കട്ടിയായാൽ ബാവാക്ക് പറ്റൂല. ബാവാക്ക് ഇങ്ങനെ കോരി ഇങ്ങനെ ഇങ്ങനെ ആയി കൊടുത്തു. ഇങ്ങനെ ആറ്റുമ്പോൾ ഇങ്ങനെ വച്ചേക്കണം അല്ലേ? അത്തോളം വെച്ചിനായിക്ക്. ആ അപ്പോൾ സേമിയും റവയൊക്കെ വെന്ത് വന്നിങ്ങനെ. ഇതിൽ ഏലക്കായൊക്കെ ഇടും ചിലവർ. ഞാൻ ഒന്നും ഇട്ടിട്ടില്ല, ഞാൻ സാധാ. ഈ ടേസ്റ്റ് കിട്ടൂല ഏലക്കായൊക്കെ ഇട്ട പായസത്തിൻ്റെ രുചിയാവും അല്ലേ? പിന്നിപ്പോൾ ഇതാ 1-ാം പാൽ ഇതാ 2 ഗ്ലാസ് 2.5 ഗ്ലാസ് ഒക്കെ ഉണ്ടാവും. ജസ്റ്റ് ഒന്നിങ്ങോട്ട് തിളക്കണ്ട, ഒന്നിങ്ങനെ തുള്ളിയേ മതിട്ടാ. അപ്പോൾ എടുക്കുക. ഇതിലേക്കൊരു നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കട്ടാ. ഞാൻ വാങ്ങി ഗ്യാസ് ഓഫാക്കാൻ മതി. തിളക്കല്ല, ഒന്നിങ്ങനെ തുള്ളിയേ മതി. തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകും. ഇപ്പം റെഡിയായി. അപ്പോൾ ഇതൊന്നും തേയില്ല അല്ലേ? ഇതിപ്പോൾ ആ നോമ്പറക്കുമ്പോൾ തന്നെ കുടിച്ച് ചെയ്യും. മറ്റേ നോമ്പർ നെയ്യാലും ബാക്കി ഉണ്ടാവില്ല. ഇപ്പം ഇക്കുറി എല്ലാവരും കുടിച്ചു. ബാവനെ 4 ഗ്ലാസ് കുടിച്ചു. ഇത് എണ്ണത്തിൻ്റെ അളവണ്ടിയില്ലേ? ഈ വലിയൊരു പാത്രം ഫുള്ള് കുടിച്ച് ചെയ്യൂട്ടാ. മിക്സി ജഗ് കണ്ടു ഒഴിച്ചു. അതെ കൂടെ പുറത്ത് ഒന്ന് പൊന്തിച്ച് ചോദിച്ചു. ഇല്ല, അപ്പോൾ കുറച്ച് പോയി. അവരൊക്കെ കണ്ടില്ലേ? ഒക്കെ ഇതൊക്കെ ഞാൻ ആ വാൾപേപ്പർ ഒട്ടിച്ചാട്ടാ. ഇതൊക്കെ പൊളിഞ്ഞ് പോരൽ തുടങ്ങി. വെറുതെ ഇങ്ങനെ ഞാൻ തോത്തി കൊടുക്കലാണ്. ഫുള്ള് തുടച്ചെടുക്കും. എന്നാലും പിന്നെ അതേപോലെ അയക്കാവും. നമ്മളിങ്ങനെ പെരുമാറുന്ന സ്ഥലമല്ലേ ഉണ്ടോ? ഇതേപോലെ അവിടെ വാൾപേപ്പർ ഒട്ടിക്കണം എന്ന് എൻ്റെ മനസ്സിലുണ്ട്. ഇതവിടെ പക്ഷെ അത് നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ളതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് കൊടുക്കണം. നല്ല ക്വാളിറ്റി ഉള്ളതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് കൊടുക്കണം. ഇതിപ്പോൾ ആ 100 ചില്ലാൻ്റെ വാങ്ങിയാൽ എന്താ ഉണ്ടാവില്ല അറിയോ? ആകെ കുറച്ച് കഴിഞ്ഞാൽ പൊളിഞ്ഞു വരും. അപ്പം ഞാൻ അതാണ് ഇങ്ങനെ അതിന് നിൽക്കാത്തത്. എൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ട് ആ വാൾപേപ്പറൊന്നും ഒട്ടിച്ചാലോ കണ്ടില്ല. അത് പിന്നെ ഒരു വൃത്തിയുണ്ട് വെള്ളം ഒട്ടിച്ചുകൊണ്ട്. അപ്പം ചുമരുമ്പോൾ കുറച്ച് ഒട്ടിക്കുകയാണെങ്കിൽ നന്നാവും. പക്ഷേ എളുപ്പം കേടുവെന്നുള്ളത് കൊണ്ട് പിന്നെ വെറുതെ പൈസ നാസാക്കണ്ടല്ലോ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നാണ്. വെള്ളം തിരിച്ചാൽ നീങ്ങാ പൊറാട്ടപ്പം തിന്നില്ല. ചായ തളിച്ചിട്ടില്ല. ബാങ്ക് കൊടുത്തിട്ടില്ല. അപ്പൊ ഞങ്ങള് നോമ്പറക്കാൻ പോവാണേ. ബാങ്ക് കൊടുത്തിട്ടില്ലേ? ആരൊക്കെ നോമ്പുള്ളവരൊക്കെ വരും. ആ 3 എണ്ണത്തിന് നോമ്പില്ല. ഇതെടുത്ത ചളി മെയിനായിട്ട് എന്നതല്ലേ? നീമൻ തന്നെ അടിച്ച എൻ്റെ സുഖം. അപ്പോൾ ഹോം മെയ്ഡ് ബട്ടർ ചിക്കൻ. രസമുണ്ടായി. നാളുണ്ടാക്കി ഇത്ര രസമുണ്ടാവും. സൂപ്പറായിട്ടാ, നല്ല രസമുണ്ട്. അവരുടെ കുട്ടികളൊക്കെ കഴിച്ചു പോയി. നമുക്ക് വിരുന്നരുണ്ട്. 5ത്തിന്റെ 2 മക്കള് വിരുന്ന നിങ്ങള് നേരെ മോൾട്ടിന്റെ അടുത്തൊക്കെ പാഞ്ഞു. അപ്പൊ ഞങ്ങള് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ചേരം അങ്ങനെ ഇരുന്നുകാണ്ടേ കഴിക്കണേ. 8 എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. എങ്ങനെയെങ്കിലും തിന്നു വെച്ചാൽ അതാണ്, വേറെ ഒന്നുമില്ല. അപ്പൊ ഞങ്ങൾ ഇനി കഴിക്കാൻ പോവാണ്. ഇന്നത്തെ നമ്മൾ 27 രാവാണ് ഇന്നത്തെ ദിവസം. ഇനിയിപ്പോൾ യാസീന് കാര്യമൊക്കെ ഓതണം. നമ്മളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവർക്കും കബല് സന്തോഷം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. ഈ റംസാന്റെയും ഈ 27 പൂരിശ കൊണ്ട് സന്തോഷവാനും സന്തോഷവതിയുമാകട്ടെ. അപ്പം നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളെയും കൂടെ ഉൾപ്പെടുത്തുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ബൈ.
ബൈ ബൈ, അസ്സലാമു അലൈക്കും. നാളെ ഒരു പുതിയ വീഡിയോ വീണ്ടും വരാം ഇൻഷാ അല്ലാ.